പാഠം 547. കാള പിന്നെയും പെറ്റു. ഭൂമി വില ഉയരുന്നതിനാൽ വികസന പ്രവർത്തനങ്ങൾക്ക് സ്ഥലമേറ്റെടുക്കുന്ന സർക്കാർ ശ്രമങ്ങൾ പരാജയപ്പെടുന്നു. ഭൂമി ഏറ്റെടുക്കാനുള്ള റവന്യൂ വകുപ്പിന്റെ പദ്ധതികൾ മിക്കവാറും നിലച്ച മട്ടാണ്. റവന്യൂ വകുപ്പ് എന്ത് ചെയ്യും? ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ ന്യായമായ വില കൊടുക്കണം. അത് വില്ലേജ് ഓഫീസർക്ക് പോകരുതെന്ന് കൊടുക്കാൻ പറ്റുമോ? എന്താണ് പത്രം വായിച്ചിട്ടൊരു ആത്മകഥം? നാട്ടിലെല്ലാം ഭൂമി വില കുതിച്ചു വരുന്നതുകൊണ്ട് സർക്കാർ പദ്ധതികൾക്ക് സ്ഥലം ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. ഭൂമി ഏറ്റെടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും നല്ല നിക്ഷേപം എന്ന് പറയുന്ന ഭൂമിയല്ലേ മോഹനേട്ടാ? കയ്യിലുള്ള പണം ബാങ്കിലിടാതെ കുറച്ച് ഭൂമി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 1-2 കൊല്ലം കഴിയുമ്പോഴേക്കും ഇരട്ടി വില കിട്ടത്തില്ലേ? എന്തായാലും ബാങ്ക് വില ചെയ്യാൻ അടുത്ത് പോലും വരില്ല. പക്ഷേ എങ്ങനെ ഭൂമി വാങ്ങും? അത്ര ഭയങ്കര വിലയല്ലേ? വന്ന് സാധാരണക്കാരന് ഭൂമി വാങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഹലോ സാറേ, ഞാനാ ശിശുപാലൻ. ആ, എന്താ ശിശുപാല? ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി സാർ? ആ പാർട്ടി പിന്നെ എന്നെ വിളിച്ചിരുന്നു. ഞാനത് ആലോചിച്ചു ശിശുപാല. പക്ഷെ പെട്ടെന്ന് ഇത്രയും പണം ഒരുമിച്ച് സംഘടിപ്പിക്കാൻ പാടാ. എങ്ങനെയെങ്കിലും ഒപ്പിക്കും സാറേ. ഇത് നല്ല 1-ാം തരം കോളാണെന്ന് സാറിന് അറിയാമല്ലോ. 1 കൊല്ലം കഴിഞ്ഞ് ആ ഭൂമി മറച്ചു വിറ്റ തരക്കേടില്ലാത്ത ലാഭം കിട്ടും. അതൊക്കെ എനിക്കറിയാം. ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ. ആഫീസ് വരുമ്പോ തീരുമാനം പറയാം. പാർട്ടി അടുത്ത 1-ാം തീയതി ഗൾഫിൽ നിന്ന് വരും. അതിനുമുമ്പ് കച്ചവടം ഉറപ്പിക്കണമെന്നാ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ആളിനോട് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് തന്നെ സാർ ഒരു തീരുമാനം പറയണം. പറയാം. ഓ, എന്താ പൈസയുടെ കാര്യമുള്ള സംസാരം? എന്തുപറ്റി? ശിശുപാലിനെ വിളിച്ചത്. ശിശുപാലിന്റെ ഒരു പരിചയക്കാരന്റെ 20 സെന്റ് ഭൂമി വിൽക്കാനുണ്ടെന്ന്. അയാൾ ഗൾഫിലാ. അവിടുത്തെ എന്തോ ബിസിനസിന് പെട്ടെന്നെന്തോ ആവശ്യം വന്നപ്പോഴാ വിൽക്കുന്നത്. അത്യാവശ്യക്കാരനായതുകൊണ്ട് സെന്റിന് 1 ലക്ഷം രൂപ വെച്ച് തരാമെന്നും പറഞ്ഞിരിക്കുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ഭയങ്കര ലാഭമാണ്. പക്ഷെ ഇപ്പൊ കൊടുക്കാൻ 20 ലക്ഷം രൂപ വേണം. കയ്യിലുള്ള പൈസ ഇപ്പൊ കൊടുക്കണം. ബാക്കി കുറച്ച് സമയം ചോദിക്കേ. അത് നടക്കില്ല. ഗൾഫിലുള്ള ശേഖരൻകുട്ടി അയാളുടെ ഏതോ ഒരു ബന്ധുവിനെയാണ് വിൽക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അയാളാണെങ്കിൽ ഒരുപാട് പേരെ ഭൂമി കൊണ്ട് കാണിക്കുകയും ചെയ്തു. ഒരാഴ്ചക്കുള്ളിൽ 20 ലക്ഷം രൂപ കൊടുത്താലേ ഭൂമി കിട്ടും. മോഹനേട്ടന്റെ കയ്യിൽ ഇപ്പൊ എത്ര രൂപയുണ്ട്? ഒരു 6-7 ലക്ഷം രൂപ കാണും. ബാക്കിക്ക് എന്ത് ചെയ്യും? സാധാരണ ആളുകൾ ചെയ്യുന്നെന്താന്ന് ഞാൻ പറയാം. പക്ഷെ ചാടി കുടിക്കരുത്. ഒരു ലോൺ എടുക്കണം. ഭൂമി വാങ്ങാൻ എല്ലാ ബാങ്കുകളും ലോൺ തരുന്നുണ്ടല്ലോ. മോഹനേട്ടൻ സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് പെട്ടെന്ന് ലോൺ കിട്ടുകയും ചെയ്യും. ലോൺ? ഞാൻ ലോൺ എടുക്കാൻ? എങ്കി പിന്നെ ഭൂമി വാങ്ങണ്ട നോക്ക്. ഞാൻ ഒരു വലിയ കാര്യം പറഞ്ഞപ്പോ നീ ധിക്കാരത്തിൽ മറുപടി പറഞ്ഞാൽ എങ്ങനെയാ? ഭൂമി വാങ്ങുന്നത് നല്ലതാണെന്ന് നീ കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ ഉള്ളൂ. ലാഭത്തിൽ കുറച്ച് ഭൂമി വാങ്ങാൻ അവസരം വരുമ്പോ അത് വാങ്ങണ്ട എന്ന് വെക്കണമെന്നാണോ നീ പറഞ്ഞത്? ഭൂമി വാങ്ങണ്ടെന്നല്ലോ മോഹനേട്ടാ ഞാൻ പറഞ്ഞത്. ഈ ഗൾഫുകാരെ ശേഖരൻകുട്ടിക്ക് പൈസക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞ നിലയ്ക്ക് എത്രയും നേരത്തെ ആ പണം കൊടുത്ത് അത് വാങ്ങാൻ പറ്റുമെന്നല്ലേ നോക്കേണ്ടത്. മോഹനേട്ടന് കയ്യിൽ ഇപ്പൊ അത്രയും പൈസയില്ല. അപ്പൊ പിന്നെ കടം വാങ്ങുക എന്നതാണ് ബോധമുള്ളവരൊക്കെ ചെയ്യുക. അതൊട്ട് മോഹനേട്ടൻ സമ്മതിക്കൂല. പല ഭർത്താക്കന്മാരും ആവശ്യത്തിനും അനാവശ്യത്തിനും പണം കടം വാങ്ങി കുടുംബം മുടിക്കുന്നവരാ. ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ കടമേ വാങ്ങില്ല എന്ന് തീരുമാനിച്ചപ്പോ നീ പറയുന്നു എനിക്ക് ബോധമില്ലെന്ന്. ആവശ്യത്തിന് കടം വാങ്ങാനല്ലേ മോഹനേട്ട ഈ ബാങ്കുകളൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല കടം വാങ്ങി കള്ളു കുടിക്കാൻ പോകുന്നല്ലോ. എപ്പോഴെങ്കിലും ലോൺ തിരിച്ചടക്കാൻ പറ്റാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഭൂമി നമുക്ക് വിറ്റുകളയാലോ. അപ്പോഴും ലാഭമേ നമുക്കുണ്ടാവൂ. എന്തു വന്നാലും കടം വാങ്ങുന്ന ഏർപ്പാടിന് ഞാനില്ല. അത് നല്ലതിനല്ല. ശരി, മോഹനേട്ടന്റെ കയ്യിൽ ഇപ്പോഴുണ്ടെന്ന് പറയുന്ന ആ 7 ലക്ഷം രൂപ ഇപ്പൊ എവിടെയാ? സഹകരണ ബാങ്കിൽ. ആ പൈസക്ക് സഹകരണ ബാങ്കുകാര് മോഹനേട്ടന് പലിശ തരുന്നുണ്ടല്ലോ.
ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ അവിടെ കൊണ്ടുപോയി പൈസ അങ്ങ് നിക്ഷേപിച്ചത്. ആ, അങ്ങനെ മോഹനേട്ടനെ പലിശ തരാനുള്ള കാശ് സഹകരണ ബാങ്കിന് എവിടെ നിന്ന് കിട്ടും? അതിപ്പോ ബാങ്ക് കൂടുതൽ പലിശക്ക് ലോൺ കൊടുക്കും. അങ്ങനെ കിട്ടുന്ന പൈസയിൽ നിന്ന് എനിക്ക് പലിശ തരും. ലാഭം ബാങ്കിന്. ഒരിക്കലും ആരുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും കടം വാങ്ങില്ല എന്നുള്ള മോഹനേട്ടന്റെ സിദ്ധാന്തം എല്ലാവരും ഏറ്റുപിടിച്ചാലോ? ആരും ലോൺ എടുക്കാണ്ട് വരുമ്പോഴേ ഈ ബാങ്ക് അങ്ങ് കൂട്ടും. പിന്നെ മോഹനേട്ടൻ എങ്ങനെ പലിശ കിട്ടും? മോഹനേട്ടാ, നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് കടം വാങ്ങാൻ കൂടെ വേണ്ടിയാണ് ഈ ബാങ്കുകള്. വെറുതെ ഈ ദുരഭിമാനത്തിന്റെ പേരിൽ കടം വാങ്ങാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നഷ്ടമേ നമുക്ക് മാത്രമായിരിക്കും. എന്ത് പറഞ്ഞാലും കടം വാങ്ങുന്ന പ്രശ്നമില്ല. അപ്പൊ സ്ഥലം വാങ്ങുന്ന പ്രശ്നം ഉണ്ടാവില്ല. എന്ത് ഭാവിന്ന് മോഹനേട്ടാ? ഒരു കമ്പ്യൂട്ടർ വാങ്ങാൻ ലോൺ എടുക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥൻ ജാമ്യം നിൽക്കണമെന്ന് എന്നോട് കടക്കാര് പറഞ്ഞപ്പോ എനിക്ക് ജാമ്യം നിൽക്കില്ല എന്ന് പറഞ്ഞ മഹാനായ സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ ഈ മോഹനേട്ടൻ. ലോകത്ത് ആരെ വിശ്വാസമില്ലാതെ എത്ര കാലം ഇങ്ങനെ ജീവിക്കും? അമ്മേ, നീ കമ്പ്യൂട്ടർ വാങ്ങണമെന്ന് പറഞ്ഞ് ലോണിന് ജാമ്യം നിൽക്കാൻ പറഞ്ഞപ്പോ പറ്റില്ലാന്ന് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. പക്ഷേ അതെന്തുകൊണ്ടാണ് എന്ന് നിനക്കറിയാമോ? മോഹനേട്ടന് എന്നെയും വിശ്വാസമില്ല, അതുകൊണ്ട്. അല്ല, ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞതിന് 3 കാരണങ്ങളുണ്ട്. അതേതൊക്കെയാണാവോ ആ 3 കാരണങ്ങള്? 1, നിനക്ക് കമ്പ്യൂട്ടറിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ആവശ്യമില്ലാത്തൊരു സാധനത്തിന് പണം മുടക്കി, അതും കടം വാങ്ങിയ പണം കൊണ്ട് വാങ്ങേണ്ട കാര്യമില്ല. എനിക്ക് കമ്പ്യൂട്ടർ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത് വാങ്ങണമെന്ന് പറഞ്ഞത്. പക്ഷെ എന്റെ ആവശ്യങ്ങൾ മോഹനേട്ടന് മനസ്സിലാവാത്തതുകൊണ്ട് മോഹനേട്ടൻ അത് സമ്മതിച്ചില്ല. ശരി, അത് പോട്ടെ. ഇനി രണ്ടാമത്തെ കാരണം എന്താ? നിനക്ക് എന്നെ തീരെ ബഹുമാനമില്ല. ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അതിന് വലിയ കാര്യമൊന്നുമില്ല എന്ന് 10,000 പ്രാവശ്യം നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ കാഴ്ചപ്പാടിൽ ലോകത്തിൽ ഏറ്റവും വലിയ ആൾക്കാർ വക്കോലന്മാരാണ്. പക്ഷേ ഒരു വക്കോല് ജാമ്യം നിന്നാൽ ഒരാളും 10 പൈസ കടം തരില്ല എന്നും, ഒരു വില്ലേജ് ഓഫീസറാണ് ജാമ്യക്കാരനെങ്കിൽ പണം രൊക്കം കിട്ടുമെന്ന് നീ പഠിക്കണമായിരുന്നു. ജാമ്യക്കാരനായിട്ടൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. വില്ലേജ് ഓഫീസർ തന്നെ വേണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിലെ പ്യൂൺ ജാമ്യം വന്നിട്ടെങ്കിലും ലോൺ കിട്ടുമായിരുന്നു. ഈ മൂന്നാമത്തെ കാരണം പറയാം. പണ്ടൊരിക്കൽ നിന്റെ ചെറിയച്ഛന്റെ മകൻ ജയദേവന് ഇതുപോലെ ഒരു കമ്പ്യൂട്ടർ വാങ്ങാൻ തോന്നിയപ്പോ ഞാൻ ജാമ്യം നിന്നത് ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ ജാമ്യം നിക്കില്ല എന്ന് 1000 പ്രാവശ്യം പറഞ്ഞു. പക്ഷെ നീ നിർബന്ധിച്ചു. ഒടുവിൽ എന്തുണ്ടായി? ജയദേവൻ കൃത്യമായി പണമടയ്ക്കാത്തത് കൊണ്ട് ആ പണം എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു. അത് ഓർമ്മയുണ്ടോ? അത് പെട്ടെന്നൊരു പ്രശ്നം വന്നപ്പോ ജയദേവന് പൈസ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്താണ്, മോഹനേട്ടന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച കാശ് കൃത്യമായിട്ട് തന്നെ ജയദേവൻ കൊണ്ടുവന്ന് തന്നില്ലേ എന്ന് അവിടെ തോന്നിയപ്പോ അത് പോരാ. എനിക്ക് ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അറിയാം. അവരൊക്കെ മറ്റുള്ളവരെ സഹായിക്കുന്നവരും അത്യാവശ്യ ഘട്ടങ്ങളിൽ ജാമ്യം നിൽക്കുന്നവരും ഒക്കെയാണ്. പക്ഷേ എന്റെ മോഹനേട്ടൻ അങ്ങനെ ഒന്നും അല്ലല്ലോ. ഒരു പ്രത്യേകതരം ജീവിയല്ലേ. പണം കടം വാങ്ങാതിരിക്കുന്നത് ഒരു കുറവായി എനിക്ക് തോന്നില്ലേ? പണം കടം വാങ്ങാതെയും കൊടുക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിലും മരിച്ചു കഴിയുമ്പോ ശവം പൊതുദർശനത്തിന് വെക്കുമെന്നോ ഗിന്നസ് ബുക്കിൽ പേര് വരുമെന്നോ ഒക്കെയുള്ള ഒരു ധാരണയുണ്ട് മോഹനേട്ടന്. അത് തെറ്റാണ്. ഉത്തമൻ വന്നിട്ടുണ്ട്. ഇനി കുറച്ചു നേരം ഉത്തമനെ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുക. ഉത്തമനാകുമ്പോഴേ കിട്ടുന്നിടത്തുനിന്നൊക്കെ കടം വാങ്ങുന്ന ആളാ. അതുകൊണ്ടാണ് ഉത്തമൻ രക്ഷപ്പെടാതിരിക്കുന്നത്. പോ. നമസ്കാരം സാർ. ഉത്തമൻ പൈസ കടം ചോദിക്കാൻ വല്ല വന്നാണോ? എന്താണ് സാർ അങ്ങനെ ചോദിച്ചേ? അല്ല, ഭാവൻ പറയുന്നു ഉത്തമൻ കിട്ടാവുന്ന സകല സ്ഥലങ്ങളിൽ നിന്നും പണം കടം വാങ്ങാറുണ്ടെന്ന്. ഞാൻ അങ്ങനെ തോന്നും പോലെ കടം വാങ്ങാത്തത് കൊണ്ട് എന്റെ സ്വഭാവം വളരെ മോശമാണെന്നാണ് അവൾ പറയുന്നത്. എന്റെ പൊന്ന് സാറേ, ഞാൻ വന്നത് ആ കൃഷ്ണൻകുട്ടിയുടെ സ്ഥലം ഒന്ന് അളന്നു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാനാണ്. അവൻ എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന്.
ആ കിഴക്കേ മൂലയിലെ 10 സെന്റ് സ്ഥലം ആർക്കെങ്കിലും വിലയ്ക്ക് കൊടുക്കാനുള്ള ചില പദ്ധതി ഉണ്ടെന്നും എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാവുന്നു. നമസ്കാരം വക്കീല്. വക്കീല് എന്നെ പറ്റി എന്തോ അനാവശ്യം പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ്. ഞാൻ കിട്ടാവുന്നിടത്തൊന്നെല്ലാം കടം വാങ്ങുന്ന ആളാണെന്ന് പറഞ്ഞില്ലേ? എന്താ അന്നപ്പെടുത്ത നീ പറഞ്ഞല്ലേ? ഞാനൊരു തമാശ പറഞ്ഞതാ. കൊള്ളാം. ജീവിതത്തിൽ ഒരിക്കലും ആരോട് 10 പൈസ പോലും കടം വാങ്ങില്ല എന്ന് വ്രതം എടുത്തിരിക്കുന്ന ഈ മഹാനായ വില്ലേജ് ഓഫീസറെ ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. ഇവളിപ്പോ എന്നെ കളിയാക്കുന്നത് എന്തിനാണെന്ന് ഉത്തമൻ മനസ്സിലായോ? ഇല്ല. ഇവരുടെ അനിയൻ ചെറിയച്ഛന്റെ മകൻ ഒരു കമ്പ്യൂട്ടർ വാങ്ങാനായി എന്നെ ജാമ്യം നിർത്തി വായ്പ വാങ്ങിയിട്ട് അത് കൃത്യമായി തിരിച്ചടച്ചില്ല. അത് പറഞ്ഞത് ഇവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. അയ്യോ സാറേ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്. ഉൽപ്പലാക്ഷൻ ചേട്ടൻ സാറിനെ കാണാൻ വന്നിരുന്ന? ഉൽപ്പലാക്ഷൻ ചേട്ടോ? ഈ വീട്ടിന്റെ ഉടമസ്ഥ ഉൽപ്പലാക്ഷൻ ചേട്ടൻ. ഇല്ല, എന്താ കാര്യം? ഇന്നലെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ വെച്ച് ഞാൻ ഉൽപ്പലാക്ഷൻ ചേട്ടനെ കണ്ടപ്പോ സാറിനെ കാണാൻ വരും എന്ന് പറഞ്ഞിരുന്നു. എന്തിനാ? ഉൽപ്പലാക്ഷൻ ചേട്ടൻ ഏതോ ഒരു ബാങ്കിൽ ചിട്ടിയുണ്ട്. അത് കഴിഞ്ഞ ആഴ്ച ഉൽപ്പലാക്ഷൻ ചേട്ടന് തന്നെയാണ് കിട്ടിയതും. പക്ഷെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ജാമ്യം നിന്നാലേ കാശ് കിട്ടൂ. ഇന്നലെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ വെച്ച് ഇത് ചർച്ചയായപ്പോ കൃഷ്ണൻകുട്ടിയാണ് പറഞ്ഞത്, മോഹനേഷ് സാറിനോടൊന്ന് പറഞ്ഞാ പോരെ, സാർ ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ വാടകക്കാരനല്ലേ എന്ന്. ഞാനിവിടെ താമസിക്കുന്നതിന് കൃത്യമായി വാടക കൊടുക്കുന്നുണ്ടല്ലോ. അതല്ലാതെ ജാമ്യം നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല. ഇതാണ് ഉത്തമ ഞാൻ പറഞ്ഞത്. ആർക്കെങ്കിലും ഉപകാരമുള്ള ഒരു കാര്യം എന്റെ മോഹനയുടെ ചെയ്യില്ലാന്ന്. ഞാൻ ജാമ്യം നിന്ന് കാശ് വാങ്ങിയിട്ട് ഉൽപ്പലാക്ഷൻ ചേട്ടൻ കാശ് തിരിച്ചടച്ചില്ലെങ്കിലോ എന്റെ ശമ്പളത്തിൽ പിടിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉൽപ്പലാക്ഷൻ ചേട്ടൻ നമ്മൾ വാടക കൊടുക്കാതിരുന്നാ പോരെ? ഈ ചിട്ടിയുടെ തവണയും വാടകയുടെ തുകയൊക്കെ ഏതാണ്ട് ഒരുപോലെ വരും. പക്ഷേ 2-3 മാസം കഴിഞ്ഞ് ഞാൻ വേറൊരു വീട്ടിലേക്ക് താമസം മാറിയാലോ? ഇല്ലെങ്കിൽ എനിക്കൊരു സ്ഥലമാറ്റം വന്നാലോ? അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ ഓരോരോ മുടന്ത ന്യായങ്ങൾ എല്ലാ കാര്യത്തിനും ഈ വിലയാഭ്യസർക്ക് കാണും. ഉൽപ്പലാക്ഷൻ ചേട്ടനോട് പറയൂ, മനസാക്ഷിയുള്ള ആരെങ്കിലും പോയി കാണാൻ. അറുത്ത് കൈക്ക് ഉപ്പ് തേക്കാത്ത ഈ മഹാത്മാവിനോട് ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പറഞ്ഞേക്ക്, ഞാൻ ജാമ്യം നിൽക്കുന്ന പ്രശ്നമില്ലെന്ന്. അല്ല, അത് സാറ് നേരിട്ടങ്ങ് പറഞ്ഞാൽ മതി. നിങ്ങൾ ഉടമസ്ഥനും വാടകക്കാരനും ഒക്കെ ആണല്ലോ. എനിക്കിതിന്റെ ഇടയിൽ എന്തോന്ന് കാര്യം സാറേ? പിന്നെ സാറേ, ആ കൃഷ്ണൻകുട്ടിയുടെ സ്ഥലം ഇളക്കുന്ന കാര്യത്തെ പറ്റി സാറൊന്നും പറഞ്ഞില്ല. കൃഷ്ണൻകുട്ടിയുടെ സ്ഥലം ഇളക്കാൻ എനിക്ക് മനസ്സില്ല. അല്ല, മിക്കവാറും കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്നാണ് സാറ് ചായ കുടിക്കുന്നത്. ചായ കൊടുക്കുന്നെങ്കിൽ അതിന്റെ കാശ് ഞാൻ കൃത്യ കൊടുക്കുന്നുണ്ട്. അഹങ്കാരി. നീ എന്താ പറഞ്ഞിട്ട് പോകുന്നത്? അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരെന്നോ? ഞാൻ ന്യായമായിട്ടൊരു കാര്യം പറയുമ്പോ എന്റെ കൂടെ നിൽക്കുന്നതിന് പകരം ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ പക്ഷം പറയേണ്ട കാര്യം എന്താണ് നിനക്ക്? മോഹനേട്ടാ, ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോ പരസ്പരം സഹായിച്ചില്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഉൽപ്പലാക്ഷൻ ചേട്ടൻ നമുക്കറിയാവുന്നതാ. അങ്ങേർക്ക് ജാമ്യം നിന്നെന്ന് കരുതി എന്ത് നഷ്ടമാണ് ഉണ്ടാവാൻ പോകുന്നത്? പണ്ട് നിന്റെ ചെറിയച്ഛന്റെ മകന് ഞാൻ ജാമ്യം നിൽക്കുമ്പോഴും നീ ഇങ്ങനെ തന്നെയാ പറഞ്ഞത്. ഒടുവിൽ എന്തുണ്ടായി? എന്തുണ്ടാവാൻ? മോഹനേട്ടൻ ആ കേസിൽ ഒരു രൂപ എന്നെ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ജയദേവ് തരാനുള്ള കാശ് ഇവിടെ അങ്ങ് തരികയും ചെയ്തു. അവന്റെ കയ്യിൽ ഉണ്ടായപ്പോ എനിക്ക് അങ്ങനെ പൈസ കിട്ടിയാ പോരാ. ഇപ്പോ ഉൽപ്പലാക്ഷൻ ചേട്ടന് ഞാൻ ജാമ്യം നിന്നു കരുതുക. അയാൾ പണം തിരിച്ചടയ്ക്കാതിരുന്നാൽ എന്റെ ശമ്പളത്തിൽ നിന്ന് ബാങ്കുകാർ കാശ് തിരിച്ചു പിടിക്കും. പിന്നെ എന്നെങ്കിലും ഒരു ദിവസം ഉൽപ്പലാക്ഷൻ ചേട്ടൻ കാശ് തിരിച്ചു നിന്നിട്ട് എന്താണ് കാര്യം? ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം എനിക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ പറ്റണം. ശരി, ഞാൻ സമ്മതിച്ചു. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? നമുക്ക് ഈ വീട് വാടകയ്ക്ക് തന്നത് ഉൽപ്പലാക്ഷൻ ചേട്ടനാ. വലിയ വാടകയൊന്നുമില്ല. ചുറ്റുമുള്ള പുരയുടെ മുഴുവൻ ഉപയോഗിക്കാനുള്ള അനുവാദവും ഉണ്ട്. അതായത് ഉൽപ്പലാക്ഷൻ ചേട്ടന് ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം ഇങ്ങോട്ട് ചെയ്തു. തിരിച്ച് ഉൽപ്പലാക്ഷൻ ചേട്ടൻ ഒരു സഹായം ചോദിക്കുമ്പോ ചെയ്യില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും മോഹനേട്ടാ? മോഹനേട്ടൻ സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നും മോഹനേട്ടൻ ജാമ്യം നിന്നിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടുമെന്നും ഉൽപ്പലാക്ഷൻ ചേട്ടൻ അറിയാവുന്നല്ലേ? അങ്ങനെയുള്ളപ്പോ മോഹനേട്ടൻ ജാമ്യം നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവും ഓർത്തു നോക്കി. ജാമ്യം നിൽക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. വീടിന്റെ വാടക കാലാവധി അടുത്ത മാസം തീരും.
അപ്പൊ ഇത് പുതുക്കി നൽകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കേണ്ടത് ഉൽപ്പലാക്ഷൻ ചേട്ടനാണ്. ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് ഉൽപ്പലാക്ഷൻ ചേട്ടൻ പറഞ്ഞാലോ? വെറുതെ എന്തിനാണ് അങ്ങനെ പിണക്കാൻ നിക്കണേ? ഉൽപ്പലാക്ഷൻ ചേട്ടൻ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ജാമ്യം നിൽക്കുന്ന പ്രശ്നമില്ല. ഇതെന്തൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഞാൻ ജാമ്യം നിൽക്കുന്ന പ്രശ്നമില്ല, ഞാൻ ജാമ്യം നിൽക്കുന്ന പ്രശ്നമില്ല. ചേട്ടൻ ഉൽപ്രാക്ഷൻ ചേട്ടൻ വരുന്നുണ്ട്. എന്ത് പറഞ്ഞ ഒഴിയുന്നത്? ഒന്നും പറഞ്ഞൊഴിയാൻ പറ്റില്ല മോഹനേട്ടാ. അത് ശരിയാവില്ല. എന്തെങ്കിലും ചെയ്ത് ഉൽപ്പലാക്ഷൻ ചേട്ടൻ ഒഴിവാക്കിയേ പറ്റൂ. നീ വന്നേ. എങ്ങോട്ട്? വഴി ഞാൻ പറഞ്ഞുതരാം. വാ, ഞാൻ പറയും പോലെ ചെയ്തോളാം. എനിക്ക് മനസ്സിലായില്ല മോഹനേട്ടാ. സമയമില്ല, നീ വാ. ഉൽപ്പലാക്ഷൻ ചേട്ടൻ മുറ്റത്തെത്തുന്നതിന് മുമ്പ് പരിപാടി തുടങ്ങാം. അല്ല ഞാൻ വിട്. ഇതെന്താ മോനോട്ട് ഉദ്ദേശം? അതായത് എനിക്ക് ജാമ്യം നിൽക്കാൻ പറ്റില്ല എന്ന് ഉൽപ്പലാക്ഷൻ ചേട്ടന് തോന്നണം. ജാമ്യം നിൽക്കില്ല എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലതാണല്ലോ അത്. അതെങ്ങനെ തോന്നും? ഞാൻ പറഞ്ഞതുപോലെ നീ അഭിനയിച്ചാൽ മതി. ഉൽപ്പലാക്ഷൻ ചേട്ടൻ ഇപ്പൊ അവിടെ വരും. നമ്മൾ ഉൽപ്പലാക്ഷൻ ചേട്ടനെ കാണുന്നതേയില്ല. നമ്മുടെ സംസാരത്തിൽ നിന്ന് ഉൽപ്പലാക്ഷൻ ചേട്ടന് കാര്യങ്ങൾ മനസ്സിലാവണം. എനിക്ക് അഭിനയിക്കാന്ന് പറഞ്ഞൂടാ. ജീവിതത്തിലെ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ അഭിനയിക്കേണ്ടി വരും. നോക്കാം, തുടങ്ങാം. എന്താ പച്ചക്കറി വാങ്ങാത്തെന്ന് ചോദിക്കേ. പച്ചക്കറിയോ? പച്ചക്കറി. വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി വാങ്ങാത്ത എന്താന്ന് ചോദിക്കേ. വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വാങ്ങാത്തത് എന്താണ് മോഹൻ ചേട്ടാ? അതൊരു വലിയ കഥയാണ് പാമേ, വലിയ കഥ. ഇന്നലെ ശമ്പളം കിട്ടുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ രാവിലെ ട്രഷറിയിലേക്ക് ചെന്നത്. അപ്പോഴാണ് ആ നടക്കുന്ന വിവരം ഞാൻ അറിയുന്നത്. താലൂക്ക് ഓഫീസിലെ സഹദേവന് കാർ വാങ്ങാൻ ലോൺ എടുക്കാൻ ജാമ്യം നിന്നത് ഞാനല്ലേ. ഞാൻ സഹദേവൻ വായ്പ തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് ആ കാശ് എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു. 7,000 രൂപ. 7,000 രൂപ. സത്യം പറയാമല്ലോ ഭാമേ, അത് കേട്ട് ഞാൻ നടുങ്ങിപ്പോയി. പക്ഷെ എന്ത് ചെയ്യാം? നിയമം നിയമമല്ലേ, അനുസരിക്കാതെ എന്ത് ചെയ്യാൻ? ബാക്കി ശമ്പളം എവിടെ ചോദിക്കാം. ബാക്കി ശമ്പളം എവിടെയെന്ന് ചോദിക്കാൻ. 7,000 രൂപയല്ലേ പിടിച്ചുള്ളൂ. ബാക്കി ശമ്പളം എവിടെ മോഹനൻ ചേട്ടാ? അത് മറ്റൊരു ദുരന്തം. ആഫീസിലെ ശിശുപാലിന് ഒരു അത്യാവശ്യം വന്നപ്പോ ലോൺ എടുക്കാനും ഞാൻ ജാമ്യം നിന്നിരുന്നു. ശിശുപാലിന്റെ അമ്മ ആശുപത്രി ആയതുകൊണ്ട് ശിശുപാലിനും ലോൺ അടയ്ക്കാൻ പറ്റിയില്ല. ആ വഴിക്കും എന്റെ 5,000 രൂപ പോയി. 5,000 രൂപ. എന്റെ ഈശ്വര. ഇനി എനിക്ക് നിസ്സാര പണമാണ് മാസാമാസം കിട്ടുന്നത്. ആ കാശ് കൊണ്ട് എങ്ങനെ വീട്ടിലെ ചെലവ് കഴിയും പാമേ? എങ്ങനെ വീട്ടിലെ ചെലവ് കഴിയും? ഉൽപ്പലാക്ഷൻ ചേട്ടന് മാസാമാസം വാടക കൊടുക്കണ്ടേ? വേറെന്തെങ്കിലും ചോദിക്കാൻ. മോഹൻ ചേട്ടന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പൈസയോ? എവിടെ? അക്കൗണ്ടിൽ വളരെ കുറച്ച് പൈസയല്ലേ ഉള്ളൂ. അതിൽ നിന്ന് 50,000 രൂപ കഴിഞ്ഞ ആഴ്ച നാട്ടിലേക്ക് അയച്ചില്ലേ? ഇനി വല്ല 1,000-ഓ 2,000-ഓ കാണും. സഹദേവന് ശിശുപാലനും കാശ് തിരിച്ചു തരാതെ ഇനി നമുക്ക് രക്ഷയില്ല പാമേ, രക്ഷയില്ല. അത് മാത്രമല്ല, ഇനി ആർക്കെങ്കിലും കൂടി ജാമ്യം നിൽക്കാൻ എനിക്ക് പറ്റുകയുമില്ല. എന്ത് ചെയ്യാം? കഷ്ടം. അയ്യോ, ഉൽപ്പലാക്ഷൻ ചേട്ടൻ. അല്ല, എന്താ ഉൽപ്പലാക്ഷൻ ചേട്ടൻ ഈ നേരത്ത്? കാണും. വാടക ഞാൻ നാളെ രാവിലെ തരാം. മതി. സത്യം പറഞ്ഞാ ഞാൻ വാടക വാങ്ങാൻ വന്നതല്ല. പിന്നെന്താ ഉൽപ്പലാക്ഷൻ ചേട്ടാ? സാർ ആർക്കോ ജാമ്യം നിന്ന് ആപ്പിലായല്ലേ? അതൊരു വലിയ കഥയാണ്. ആ കഥ ഞാൻ കേട്ടു. എനിക്കൊരു ചിട്ടി കിട്ടിയിട്ട് അതിലൊരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജാമ്യം വേണമെന്ന് അവര് പറഞ്ഞതുകൊണ്ട് ഞാൻ സാറിനെ വന്ന് കാണാതിരുന്നതാ. പക്ഷെ ഇന്നലെ PWDയിലെ രാധാകൃഷ്ണ സാറിനെ കണ്ടപ്പോ സാറ് സമ്മതിച്ചു. ഇന്നലെ തന്നെ ഒപ്പിട്ടു, കാശും കിട്ടി. ഞാൻ പക്ഷേ കാശ് തിരിച്ചടയ്ക്കും സാറേ. എനിക്കൊരു ആവശ്യം വന്നപ്പോ സഹായിച്ച രാധാകൃഷ്ണൻ സാറിനെ ഞാൻ കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ.
ഉൽപ്പലാക്ഷ ചേട്ടൻ ഇപ്പൊ എന്തിനാ? എന്റെ ഒരു ബന്ധു ശേഖരൻകുട്ടി ഗൾഫിലുണ്ട്. ഓ, അവന്റെ ഒരു 20 സെന്റ് സ്ഥലം വിൽക്കാനിട്ടിരിക്കുക. എന്നെയാ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ സാറിന്റെ ആഫീസിലെ ശിശുപാലൻ പറഞ്ഞു സാറിന് താല്പര്യമുണ്ടെന്ന്. പക്ഷെ മുഴുവൻ പൈസയും കൈ കാണില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോനേഷ് സാർ ആണെങ്കിൽ പകുതി പൈസ മതി, ബാക്കിക്ക് 2 മാസം സമയം കൊടുക്കാവുന്ന. ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായ സാറിന്റെ അവസ്ഥ. ബാങ്കിൽ കിടക്കുന്ന ആകെയുള്ള 1000 രൂപ കൊണ്ട് ഒരു എഗ്രിമെന്റ് എഴുതാൻ പോലും പറ്റില്ലല്ലോ. സാരമില്ല സാറേ, കഷ്ടപ്പാടൊക്കെ മാറും. ഞാൻ പ്രാർത്ഥിക്കാം. എന്നാ വരട്ടെ. നന്നായി വരും. എന്റെ ഈശ്വര, ഇവിടുത്തെ കിട്ടുവാരുന്ന ഭൂമിയാണ് മോഹനടാടി ഇല്ലാടാക്കിയത്. അക്കൗണ്ട് പൈസ ഉൽപ്പേഷനോട് എന്ന് പറ. പക്ഷെ ഇല്ലെന്ന് പറഞ്ഞെന്തിനാന്ന് ചോദിക്കില്ലേ? അത് നാടകത്തിന്റെ റിഹേഴ്സലായിരുന്നു. പറ. റവന്യൂ ജീവനക്കാരുടെ കുടുംബ സംഗമത്തിന് കളിക്കാൻ ഉണ്ടാക്കിയ നാടകം. പോയി പറ. അയ്യോ, ഉൽപ്പലാക്ഷ ചേട്ടൻ പോയി. സൂക്കട് മാറിയോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ശിശുപാലനെ വിളിച്ച് പറയാം. ശിശുപാലൻ ശരിയാക്കണമായിരിക്കും. ശിശുപാലൻ സ്നേഹമുള്ളവനാ. എന്തായാലും മോഹനയുടെ അഭിനയം തകർപ്പനായിരുന്നു. വില്ലേജ് ഓഫീസിലെ പണി രാജിവെച്ച് പുരാണ പാലയ്ക്ക് പോയാലും ശോഭിക്കും. അയ്യോ മോഹനൻ ചേട്ടാ, പച്ചക്കറികൾ വാങ്ങാത്തത് എന്താണ്? കയ്യിൽ പൈസ ഇല്ലല്ലോ ഭാമേ. കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നത് ബുദ്ധിയില്ലാത്തവരാണ്. മോഹനകൃഷ്ണൻ ആള് ബുദ്ധിമാനല്ല എന്ന് പറയാനാവില്ലെങ്കിലും ഇന്ന് കാണിച്ചു കൂട്ടിയത് മേൽ പറഞ്ഞ കയറെടുക്കൽ തന്നെയായി. സാരമില്ല, വില്ലേജ് ഓഫീസർ പറഞ്ഞതുപോലെ ശിശുപാലൻ പ്രശ്നങ്ങളൊക്കെ തീർത്തുകൊള്ളുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.